മധു ബാബു ഡിവൈഎസ്പി നമുക്കിപ്പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സർ, എന്താണ് ഈ അപകടത്തെ പറ്റി അങ്ങേക്ക് നൽകാനാകുന്ന വിവരങ്ങൾ? ഇപ്പം മെഡിക്കൽ കോളേജിലാണ്, മെഡിക്കൽ കോളേജ് ആശുപത്രി ആലപ്പുഴ വണ്ടാനത്താണുള്ളത്. അതിലിപ്പം ഇവിടെ നിങ്ങൾ നോക്കിയപ്പോൾ 5 പേര് മരിച്ചു കഴിഞ്ഞു. 4 പേര് ചികിത്സയിലാണ് ഇവിടെ ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. അതേപോലെ 3 പേര് ജനറൽ ഹോസ്പിറ്റലിലും ചികിത്സയിലാണ്. കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്, MBBS സ്റ്റുഡൻസ് ആണെന്നുള്ളതാണ് ഇത്. അതായത് ഈ മരിച്ചവര് ഈ കാറിൽ ഉണ്ടായിരുന്നവർ തന്നെയായിരുന്നോ? എത്ര പേരുണ്ടായിരുന്നു കാറിൽ എന്നതിനെ പറ്റി? കാറിൽ മൊത്തം 12 പേരാണെന്നുള്ളതാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. 12 പേരിൽ 5 പേര് മരിച്ചു, 4 പേര് മെഡിക്കൽ കോളേജ് രണ്ടായിരത്ത് തന്നെ ചികിത്സയിലുണ്ട്, 3 പേര് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ട്. ഈ KSRTC ബസ്സിലുള്ള ആർക്കെങ്കിലും പരിക്കുണ്ടോ? അത് നിസ്സാരമായ പരിക്ക് ഉള്ളൂ. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഉൾപ്പെടെ നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ. KSRTCയുടെയും സ്റ്റാഫ് ഇവിടെ ചികിത്സയിലുണ്ട്. സർ, എങ്ങനെയാ അപകടം ഉണ്ടായത് എന്നതിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഏതായാലും കായംകുളം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സായിരുന്നു. ഈ സവേറ തെക്കുപാളത്തുനിന്ന് വടക്കോട്ട് വരുന്ന അവസ്ഥയിലുമായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കും. ശരി, താങ്ക് യു സർ, താങ്ക് യു. മധു ബാബു ഡിവൈഎസ്പിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം നമുക്ക് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 12 പേരായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. 12 പേർ ആ കാറിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത് 5 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. 5 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചവർ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.